പക്ഷെ രണ്ട് കാര്യങ്ങളിലാണ് കോൺഗ്രസിൽ ഇപ്പോൾ പ്രതിസന്ധി ഉയരുന്നത്. അതായത് ഒന്ന്, കെ.സി. വേണുഗോപാലിനെതിരെ കോൺഗ്രസിനുള്ളിൽ വലിയൊരു പടയൊരുക്കം. അതായത് കെ.സി. അടുത്ത മുഖ്യമന്ത്രിയാണെന്നും മാത്രമല്ല ഹൈക്കമാൻഡിന്റെ ഈ പെട്ടി തൂക്കി നടക്കുന്ന ആളായതുകൊണ്ട് തനിക്കെന്തും പാർട്ടിയിൽ ചെയ്യാമെന്നും തന്റെ ഇഷ്ടക്കാരെ മുഴുവൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുവരാമെന്നും കെ.സി. ഇങ്ങനെ വിചാരിച്ചു വെച്ചുകൊണ്ട് തന്റെ ഇഷ്ടക്കാരെ മുഴുവൻ കുത്തി നിറയ്ക്കുന്നു എന്നുള്ളത് അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ എന്നറിയില്ല, കെ. സുധാകരൻ ബി.ജെ.പിയുമായി ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. അദ്ദേഹം കോൺഗ്രസിൽ തഴയപ്പെടുന്നു എന്നുള്ള ഒരു രീതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബി.ജെ.പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ പി.എസ്.എൻ. സാറിന് എന്താണ് തോന്നുന്നത്? ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാലത്തും ഈ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഗ്രൂപ്പിസം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതാണ് ആ കോൺഗ്രസ് സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഫോഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ കോൺഗ്രസ്സിന് ജീവനുള്ളൂ എന്ന നിലക്കാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ നമ്മളോട് എപ്പോഴും സംസാരിക്കാറ്. ഇപ്പോഴത്തെ സ്ഥിതി പക്ഷേ ഗ്രൂപ്പിൻ്റെ പ്രശ്നമല്ല. ശരി, ഗ്രൂപ്പുകൾ പലതുണ്ടായിരുന്നു ഇപ്പോഴും. പക്ഷേ ഈ കെ.സി. വേണുഗോപാലിനേക്കാളുപരി, കെ.സി. വേണുഗോപാലിൻ്റെ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാകും. പക്ഷെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ തകരാറാണ്. കോൺഗ്രസ് ഒരു ഡൈനാസ്റ്റി പാർട്ടിയാണ്. ഡൈനാസ്റ്റി പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്ത് പോലെ കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടി. അതിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഹ്റു കുടുംബമാണ്. എല്ലാ ആളും മാറും എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി, അതിനുശേഷം പിന്നീട് രാജീവ് ഗാന്ധി അതിന് ശേഷം സോണിയാഗാന്ധിയും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമാണ് ഹൈക്കമാൻഡ് എന്ന് പറയും. ആ ഹൈക്കമാൻഡിനെ സമ്പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് കെ.സി. വേണുഗോപാൽ. ഇപ്പം കെ.സി. വേണുഗോപാൽ എന്താണോ കേരളത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, അതാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നാണ് രാഹുൽ ഗാന്ധി ധരിക്കുക. അതിന് ചില വ്യത്യാസങ്ങൾ ഇടയ്ക്കുണ്ടാകുന്ന അദ്ദേഹം വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്തുള്ള മാറ്റങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യത്തിൽ പോലും ആൻ്റണിയെ മാറ്റി അതിന് പകരമായിട്ട് സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത് അവിടെ അവർക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആൻ്റണി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്കിടയിൽ താല്പര്യമില്ലാത്ത ഒരാളാണ്. സണ്ണി ജോസഫ് താല്പര്യമുള്ള ആളാണോ ഇല്ലാത്ത ആളാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമില്ല എന്ന് പറയുന്നതായിരിക്കും അവർ പൊതുവെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. എന്ന് വെച്ചാൽ സണ്ണി ജോസഫ് വന്നാൽ കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. സണ്ണി ജോസഫിനോട് പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളും അതേപോലെ താല്പര്യമില്ലായ്മകളില്ല. അപ്പോൾ അതുകൊണ്ടാണ് കത്തോലിക്കൻ വേണം എന്ന് പറയുന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ വേണ്ടി സണ്ണി ജോസഫിനെ യഥാർത്ഥത്തിൽ KPCCയുടെ പ്രസിഡൻ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ സണ്ണി ജോസഫ് മാത്രം ഒരു പ്രസിഡൻ്റായിട്ടിരുന്നാൽ പോരാ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിഷ്ണുനാഥിനെയും അതിനോടൊപ്പം ഷാഫി പറമ്പിലിനെയും അനിൽകുമാറിനെയും വർക്കിംഗ് പ്രസിഡൻറ്റുമാർ എന്ന നിലയ്ക്ക് സ്ഥാപിച്ചിരിക്കും. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ 4 പേരുമാണ് ഇനി കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിൽ മുഖ്യ ഘടകങ്ങൾ. അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും? കെ.സി. വേണുഗോപാലിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്താണ്. അല്ലാണ്ട് കോൺഗ്രസ്സിൽ തിരഞ്ഞെടുപ്പുകളൊന്നുമില്ലല്ലോ. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് വളരെ വിഖ്യാതമായിട്ടുള്ള പ്രഖ്യാപനമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ജനാധിപത്യമില്ല. അതിൻ്റെ ജനാധിപത്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള അഭിപ്രായങ്ങളെല്ലാം പറയാം, അതിൻ്റെ പേരിൽ നിങ്ങളെ കൊന്നുകളയില്ല എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിൻ്റെ ജനാധിപത്യം എന്ന് പറയുന്നത്. അതല്ലാണ്ട് കോൺഗ്രസിൻ്റെ ഈ അധികാര ശ്രേണിയിലേക്ക് ആര് വരും എന്ന് തീരുമാനിക്കുന്നതിന് ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനകത്തുണ്ടോ? സംഘടനാ തിരഞ്ഞെടുപ്പുണ്ടോ? ഒരിക്കലുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 3 വർഷമായിട്ട് കോൺഗ്രസിലെ ഒരു ട്രഷറർ എന്ന് പറയുന്ന സ്ഥാനമുണ്ട്. പക്ഷേ ആരുമില്ല. ട്രഷറർ ആരാണ് അറിയില്ല. സംഘടനയുടെ സാമ്പത്തികമായ എല്ലാ ക്രയവിക്രയങ്ങളും നടത്തേണ്ടത് ട്രഷറാണ്. പക്ഷെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് കോൺഗ്രസിനകത്ത് ഒരു ട്രഷറെ നിയമിക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതില്ലാതെ അവർ പണമിടപാടുകളൊക്കെ നടത്തും, ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ അങ്ങനെ ഒരു പോസ്റ്റ് പാർട്ടിക്കകത്ത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം അവർ കൊടുക്കാറില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട പ്രശ്നം കെ. സുധാകരനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത്. കെ. സുധാകരൻ കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കേണ്ട എന്ന് കെ.സി. വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ഉപഗ്രഹങ്ങളും തീരുമാനിച്ചു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ള മാറ്റത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തലമുറ മാറ്റമാണ് എന്നൊന്നും ആരും പറയുന്നില്ല.
സുധാകരനെ മാറ്റും എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് മാറ്റി. സുധാകരനെ നീക്കും എന്ന് പല ഘട്ടങ്ങളിലും അവർ പ്രഖ്യാപിച്ചിരുന്നതാണ്. അത് അവരാണ് പറയുന്നത്, അല്ലാണ്ട് പത്രക്കാർ പറയുന്നു എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പത്രക്കാരല്ല പറയുന്നത്, കോൺഗ്രസ്സുകാരാണ് പറയുന്നത് സുധാകരനെ മാറ്റും എന്ന് പറയുന്നത്. അത് പത്രക്കാർ പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ മാറ്റാൻ അവർ തീരുമാനിക്കുകയും മാറ്റം പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് സുധാകരൻ തുടരുന്നത് ഒട്ടും നല്ല കാര്യമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം മാറ്റി അതിന് പകരം സംവിധാനം വരികയും സണ്ണി ഡേയ്സ് ആരംഭിക്കുകയും ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാഷെ, ഈ സുധാകരൻ എന്ന് പറയുന്ന ഒരുപാട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാഷ് പറഞ്ഞതുപോലെ ഒരുപാട് പാരമ്പര്യമുള്ള അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. ഈ ഉമ്മൻചാണ്ടി, കെ കരുണാകരനും ഒക്കെ സ്ഥാനത്തിരുന്ന സമയത്ത് പാർട്ടിക്ക് ഗ്രൂപ്പിസം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നേതൃനിര കേരളത്തിലുണ്ട് പാർട്ടിയെ നയിക്കാൻ. ഉമ്മൻചാണ്ടിയൊക്കെ ഒരു ജനകീയ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിരുന്നു കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ. ഇപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ നില വളരെ പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോ ഈ KC എന്ത് പറയുന്നു അതാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ അവസാന വാക്കെന്ന് പറയുന്നത്. KC എന്ത് പറയുന്നു എന്നതിലാണ് പട്ടം ചുറ്റി കറങ്ങി നടക്കുന്നത്. അപ്പോ ഈ ഇത്രയും അനുഭവ പാരമ്പര്യമുള്ള, രാഷ്ട്രീയ പാരമ്പര്യമുള്ള കെ സുധാകരനെ പോലുള്ള ഒരാളല്ലേ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും അഭികാമ്യനായ ഒരാൾ? അതാണ് കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞിരുന്നത്. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയിൽ കണ്ടുന്ന ആളുകൾ, കോൺഗ്രസ് പ്രവർത്തകർ, അവരാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ. അവർക്ക് ഒരു ആവേശമായിരുന്നു സുധാകരൻ അധികാരത്തിലേക്ക് വന്നു. പക്ഷെ എവിടെയാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്? സുധാകരനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുണ്ടാകുന്ന അസ്വാരസ്യമാണ് യഥാർത്ഥത്തിൽ കെ സുധാകരൻ പുറത്തു പോകുന്നതിനുള്ള വഴി തെളിച്ചത്. നമ്മൾ പല ഘട്ടങ്ങളിലും അവർ തമ്മിലുള്ള ശണ്ടകൾ ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രത്യേക ഘട്ടത്തിലെ സുധാകരൻ്റെ മുന്നിലിരുന്ന മുഴുവൻ മൈക്കും പതുക്കെ സതീശൻ സൈഡിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നു. പിന്നെ കുറേ സമയത്ത് പിണങ്ങി അത് തിരിച്ചു കൊടുക്കുന്നു. ഷാളിടാൻ പോലും അന്ന് സതീശൻ കോൺഗ്രസ്സുകാരെ അനുവദിച്ചില്ല എന്നുള്ള ഇതെല്ലാം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യും. അതൊരു തർക്കം. കുറേ ദിവസങ്ങൾക്ക് ശേഷം വേറൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് സതീശൻ സമയത്തിന് എത്തിയില്ല. സുധാകരൻ അയാളെ ചീത്ത വിളിക്കുന്നത് നമ്മൾ ലീക്ക് ചെയ്ത് കേട്ട്, എന്ന് വെച്ചാൽ സുധാകരൻ അത് എവിടെ നിന്ന് പറയണം. അപ്പം മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല എന്ന് അടുത്തിരിക്കുന്ന കോൺഗ്രസ് സുഹൃത്തുക്കൾ വിളിച്ചു പറയുന്നുണ്ട് മൈക്കിലൂടെ, അതൊക്കെ പുറത്ത് കേൾക്കുന്നു. അതോടുകൂടി കേരളത്തിന് മനസ്സിലായി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രണ്ടു വഴിക്കാണ്. അങ്ങനെ യുദ്ധം നടക്കുന്നതിനിടയിലാണ് ഇതിന് ഉള്ള പോംവഴി എന്താണ് എന്ന് KC ആലോചിക്കുകയും KC സുധാകരനെ പറഞ്ഞുവിടാൻ തീരുമാനിക്കുകയും ചെയ്യും. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. പക്ഷേ അതിനൊരു സൈദ്ധാന്തിക തലം പിന്നീട് രൂപപ്പെട്ടു വന്നു. എന്താണതെന്ന് ചോദിച്ചാൽ, തൃശ്ശൂരിൽ കോൺഗ്രസ് തോറ്റു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എല്ലാ സ്ഥലത്തും 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള ഒരു പ്രതിഭാസം അതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ CPMനെ മൂലക്കിരുത്താൻ അല്ലെങ്കിൽ പോട്ടത്തിരുത്താനായിട്ട് ജനങ്ങൾ തീരുമാനിക്കുകയും അവരെ പോട്ടത്തിരുത്തുകയും ചെയ്യും. അവർക്കൊരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. അത് രാധാകൃഷ്ണൻ മന്ത്രി പദം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നതിൻ്റെ പേരിലും രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനോട് ആളുകൾക്കുള്ള താല്പര്യത്തിൻ്റെ പേരിൽ മാത്രമാണ്. അത് CPMനോടുള്ള താല്പര്യമായിട്ട് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റില്ല. അങ്ങനെ അദ്ദേഹം ജയിച്ചു എന്ന് മാത്രമേ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടങ്ങളിലും 1 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം. പക്ഷേ കോൺഗ്രസിൻ്റെ അതിശക്തമായ മണ്ഡലം കരുണാകരൻ്റെ തന്നെ തട്ടകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലത്ത് കരുണാകരൻ്റെ മകൻ K മുരളീധരൻ 7 നിലയിൽ പൊട്ടി. പരിശോധനകളൊക്കെ നടത്തി 80,000-ലധികം വോട്ടുകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പിൽ നഷ്ടമായത്. ആ വോട്ട് എവിടെ നിന്ന് പോയി? കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് പോയത്. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തിനേക്കാൾ അല്പം വോട്ട് കൂടുതലുണ്ടായിരുന്നു എന്ന് മാത്രമേ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് ത്രികോണ മത്സര സ്വഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP കണക്കുകൂട്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ആ കണക്കൂട്ടലിൽ അവർ വിജയിക്കുകയും ചെയ്തു. 80,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ തന്നെയാണ്. അങ്ങനെ തന്നെ പോയി സുരേഷ് ഗോപിക്ക് ചെയ്തു. അതാര് ചെയ്തു എന്നന്വേഷിച്ചപ്പോൾ അത് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ ചെയ്തു എന്ന് കണ്ടെത്തി. എന്തുകൊണ്ട്? അതിനുള്ള ഉത്തരം, കോൺഗ്രസ്സിൽ ഇപ്പോൾ ക്രൈസ്തവ നേതൃത്വമുണ്ടോ? ഇല്ല. പിന്നെ ക്രിസ്ത്യാനികളായ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആരോട് പറയും? ഒരു സുധാകരൻ, പിന്നെ ഒന്ന് സതീശൻ. ഇവരൊന്നും ക്രിസ്ത്യാനികളല്ലല്ലോ. ക്രിസ്ത്യാനികൾക്ക് ഏതെങ്കിലും നേതൃത്വം അതിനകത്തുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ സമയത്ത് ഇല്ല എന്ന് കണ്ടു.
അങ്ങനെ വന്നപ്പോഴാണ് ഒരു ക്രൈസ്തവ നേതൃത്വത്തിൻ്റെ ആവശ്യകത കോൺഗ്രസ്സിനുണ്ട് എന്ന് ഏതാണ്ട് എല്ലാവരും കൂടി തീരുമാനിക്കുകയും അങ്ങനെ ക്രിസ്ത്യാനിയെ KPCC പ്രസിഡൻ്റായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. സത്യത്തിൽ ക്രിസ്ത്യാനിയെ KPCC പ്രസിഡൻ്റാക്കാൻ ഉള്ള കാഴ്ചപ്പാടല്ല KCക്കുണ്ടായിരുന്നു. KCക്കും അതേപോലെ VD സതീശനും ഇഷ്ടമില്ലാത്തതായ കെ സുധാകരനെ പറഞ്ഞുവിടുക എന്നുള്ളതാണ്. അതിന് ഇത് ഒരു കാരണമാക്കി എടുക്കുകയും അങ്ങനെ ആൻ്റോ ആൻ്റണി സഭാ നേതൃത്വമൊക്കെ ആയിട്ട് സംസാരിച്ച് ആൻ്റോ ആൻ്റണിയെ കൊണ്ടുവന്നു. അപ്പോഴാണ് മുരളീധരൻ പറഞ്ഞത് KPCC പ്രസിഡൻറ്റിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ അത് തിരിച്ചറിയാനായിട്ട് 4 ആളുകൾ വേണ്ടേ, അങ്ങനെ ഇല്ലാത്ത ഒരാളാണോ പ്രസിഡൻ്റ് ആക്കേണ്ടതെന്ന് ചോദ്യം വന്നു. അങ്ങനെ വലിയ വിവാദങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം ആൻ്റോ ആൻ്റണിയെ മാറ്റി പകരം സണ്ണി ഡേയ്സ് ആരംഭിക്കുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സുധാകരൻ്റെ പുറത്ത് പറയണമല്ലോ, അപ്പോൾ സുധാകരൻ്റെ അനുയായിയാണ് സണ്ണി. കാരണം സുധാകരൻ KPCC പ്രസിഡൻ്റായിട്ട് പോയ സമയത്ത് DCC പ്രസിഡൻ്റായിട്ട് കൊണ്ടുവന്നാലേ അവിടെ നിന്ന് അയാൾ DCC പ്രസിഡൻ്റ് സ്ഥാനം മാറ്റി കഴിഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് എത്തിയത് ആരായിരുന്നു? സണ്ണി ജോസഫ് ആയിരുന്നു. അപ്പോൾ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധാകരൻ്റെ പിൻഗാമിയാണ്. അതുകൊണ്ട് സണ്ണി ജോസഫിനെ സുധാകരൻ ഇവിടുന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നാൽ അത് സുധാകര വിജയമായി ആഘോഷിക്കും. അങ്ങനെയാണ് പല ചാനലുകളിലും സുധാകര വിജയം എന്ന് പറയുന്നതായിട്ടുള്ള ആഘോഷം നടന്നത്. പക്ഷേ ഒരു ലാസ്റ്റ് അവസാനിപ്പിക്കാറ് ഒരു ചോദ്യം കൂടി, സുധാകരൻ BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഞാൻ കണക്കാക്കുന്നില്ല. നേരത്തെ സുധാകരൻ പറഞ്ഞിരുന്നു ഞാൻ RSSൻ്റെ ശാഖക്കൊക്കെ കാവൽ നിന്നിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ പോവും എന്ന് ഞാൻ കരുതുന്നില്ല. പല ചാനലുകളിലൊക്കെ ഞാൻ കാണുന്നത് BJPയിലേക്ക് അല്ലേ, സുധാകരൻ BJPയിലേക്ക് എന്ന് പറയുന്ന വാർത്തയാണ്. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും കോൺഗ്രസിനകത്തുള്ള ഈ കെട്ടിമറച്ചിൽ സുധാകരനെ എവിടെ എത്തിക്കും എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം.